നായകനായ കണ്ണന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. 10ാം ക്ലാസ് മുതൽ അവൻ പ്രണയിക്കുന്ന അനു എന്ന പെൺകുട്ടിയുമായിട്ടാണ് വിവാഹം ഉറപ്പിച്ചിരിക്കുന്നതും. വിവാഹമായതുകൊണ്ട് തന്നെ ലണ്ടനിൽ നിന്ന് നാട്ടിലേക്ക് വരികയാണ് കണ്ണൻ. എന്നാൽ നാട്ടിലെത്തുന്ന സമയത്താണ് ജാതകം നോക്കുന്നത്. ജാതകത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അനുവിനെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഒരു മരത്തിനെ അവൻ വിവാഹം കഴിക്കണമെന്നും ആ മരം മുറിക്കണമെന്നും ജ്യോത്സ്യൻ പറയുന്നു. ആ ഒരു ചടങ്ങ് കൃത്യമായിട്ടും കഴിയുകയാണ്. എന്നാൽ മരം മുറിച്ചതിന് ശേഷം ഒരാത്മാവ് കണ്ണനൊപ്പം കൂടുകയാണ്. ആ ആത്മാവ് ആരാണ്? എന്താണ് ആത്മാവിന്റെ ആവശ്യം? എന്തിനാണ് കണ്ണനൊപ്പം ചേർന്നിരിക്കുന്നത് എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം അനുഷ്ക ശർമ്മ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന 2017 റിലീസായ ഫിലൗരി എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ ആരംഭിക്കുമ്പോൾ നായകനായ കണ്ണനെ കാണിക്കുന്നു. കണ്ണൻ തന്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് വിദേശത്ത് നിന്നും നാട്ടിലേക്ക് വരികയാണ്. വീട്ടിലാണെങ്കിലോ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു. 10ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിക്കുന്ന തന്റെ കാമുകിയായിട്ടുള്ള അനുവിനെയാണ് കണ്ണൻ വിവാഹം കഴിക്കുവാനായും പോകുന്നത്. രണ്ടു വീട്ടിലും കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുക. എല്ലാവരും നല്ല സന്തോഷമാ. കണ്ണനും വീട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ കണ്ണന്റെ ജാതകം നോക്കുന്ന സമയത്താണ് കണ്ണന്റെ ജാതകത്തില് ചെറിയൊരു പ്രശ്നം. പക്ഷേ വലിയ കാര്യമൊന്നും ആക്കണ്ട, ഒരു മരത്തിന് കല്യാണം കഴിച്ചാൽ മതി, അപ്പോൾ ഈ ഒരു പ്രശ്നം തീരുമെന്നുള്ള കാര്യവും ജ്യോത്സ്യൻ പറയുന്നു. ആദ്യമൊന്നും കണ്ണൻ അതിന് തയ്യാറായതേയില്ല. അവൻ എതിർക്കുകയാണ്. അവൻ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിലൊന്നും താല്പര്യമേ ഇല്ല, അതിൽ വിശ്വാസവുമില്ല. എന്നാൽ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം കണ്ണനാണെങ്കിലോ പൂജാരി പറഞ്ഞ ആ ഒരു ചടങ്ങ് ചെയ്യുവാനായും സമ്മതിക്കുകയാണ്. അങ്ങനെ ഒരു മരത്തിനടുത്തേക്ക് എത്തുന്നു. പറഞ്ഞതുപോലെ തന്നെ മരത്തിനെ അവൻ താലി കെട്ടുകയാണ്. താലി കെട്ടി കഴിഞ്ഞ ഉടനെ തന്നെ മരം മുറിക്കണം, അതാണ് ആചാരവും. താലി കെട്ടി കഴിഞ്ഞതും മരം മുറിക്കുവാനായിട്ട് ആളും വരികയാണ്. അതൊന്നും മൈൻഡ് ചെയ്യാതെ കണ്ണനും വീട്ടുകാരും നേരെ വീട്ടിലേക്ക് എത്തുന്നു. അന്നേ ദിവസം രാത്രി കണ്ണൻ ഉറങ്ങുവാനായി കിടക്കുകയാണ്. എന്നാൽ കണ്ണനടുത്തേക്ക് ഒരു പ്രേതാത്മാവ് വരുന്നു. സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ആത്മാവായിരുന്നു അത്. ആ പെൺകുട്ടിയാണെങ്കിലോ കണ്ണനെ വല്ലാതെ ശല്യം ചെയ്യുകയാണ്. അവളെ കണ്ടതും കണ്ണൻ വല്ലാതെ പേടിച്ചു പോകുന്നു. കണ്ണനോട് തന്നെ ആ ഒരു ആത്മാവ് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാ? ഞാൻ എങ്ങനെയാ ഇവിടെ എത്തിപ്പെട്ടത്? അതിന് മറുപടിയായിട്ട് കണ്ണൻ പറയുന്നത്, എനിക്കിങ്ങനെ അറിയാം. നീ തലേ ദിവസം എന്തൊക്കെയാ ചെയ്തത് അതൊന്ന് പറഞ്ഞേ, എന്നാൽ മാത്രമേ ഞാൻ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്ന് എനിക്ക് അറിയാൻ കഴിയൂ എന്നും ആത്മാവ് പറയുന്നു. അപ്പോൾ കണ്ണനാണെങ്കിൽ തന്റെ ജാതകത്തിൽ പ്രശ്നമുണ്ടായിരുന്നുവെന്നും ഒരു മരത്തെ കല്യാണം കഴിക്കണമെന്നും ആ ഒരു ചടങ്ങൊക്കെ ചെയ്തുവെന്നും മരം മുറിച്ചു എന്നുള്ള കാര്യമൊക്കെ ആത്മാവിനോട് പറയുന്നു. അത് കേട്ട് ആത്മാവ് പറയുന്നത്, താൻ ആ മരത്തിലാ താമസിച്ചിരുന്നത്. ആ ഒരു മരം മുറിച്ചതോടുകൂടി ഞാനിനി എവിടെ പോകാനാ? ആ മരത്തിലായിരുന്നല്ലോ ഞാനുണ്ടായിരുന്നത്. അപ്പോൾ നീ എന്നെയാണ് വിവാഹം കഴിച്ചതെന്നും ആത്മാവ് പറയുന്നു. അത് കേട്ട് കണ്ണൻ വല്ലാതെ പേടിക്കുകയാ. ഞാനിനി എവിടേക്കാ പോകേണ്ടത്? മരമൊക്കെ മുറിച്ചു കഴിഞ്ഞല്ലോ, ഇനി ഞാൻ എവിടെ തങ്ങുമെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് നാടും നാട്ടുകാരൊന്നുമില്ലേ? നിങ്ങൾക്കൊരു സ്ഥലം കാണുമല്ലോ, അവിടേക്ക് പൊയ്ക്കോ എന്ന് പേടിയോട് കൂടി കണ്ണൻ പറയും. ആത്മാവ് തന്റെ നാടിനെ കുറിച്ചൊക്കെ ആലോചിക്കുകയാണ്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഫിലൗരി എന്ന ഗ്രാമത്തിലാണ് നമ്മുടെ നായികയായിട്ടുള്ള, അതായത് ആത്മാവായിട്ടുള്ള പെൺകുട്ടിയുള്ളത്. അവളുടെ പേര് സാഷി എന്നാണ്. സാഷിയാണെങ്കിലോ നന്നായിട്ട് കവിതയൊക്കെ എഴുതും. ഈ എഴുതുന്നതിൽ അവൾക്ക് നല്ല താല്പര്യമുള്ളതാണ്. ഈ ഒരു കാര്യം അവളുടെ കൂട്ടുകാരിക്ക് മാത്രമേ അറിയൂ. കൂട്ടുകാരിയാണെങ്കിലോ അവൾക്ക് ഒരു കെട്ട് പത്രം കൊണ്ടുവന്ന് കൊടുക്കുന്നു. ആ പത്രത്തിൽ ഒരുപാട് കവിതകളുണ്ട്. ആ കവിതകളൊക്കെ ഫിലൗരി എന്ന പേരിൽ ആരോ എഴുതിയിരിക്കുകയാണ്. ആരായാലും നല്ല വരികളാണെന്നുള്ള കാര്യം കൂട്ടുകാരി പറയുന്നു. പക്ഷേ ആ ഒരു കവിത എഴുതുന്നത് ആരാണെന്നുള്ള കാര്യം സാഷിക്കോ ആ നാട്ടിലുള്ളവർക്കോ ആർക്കും തന്നെ അറിയത്തേയില്ല. സാഷിയുടെ സഹോദരനാണെങ്കിൽ ഒരു ഡോക്ടറാണ്. ആ നാട്ടിലുള്ളവരെയൊക്കെ ചികിത്സിക്കുന്നത് സാഷിയുടെ സഹോദരനാ. എന്നാൽ നാട്ടുകാർക്ക് എല്ലാവർക്കും പത്രത്തിൽ ഇങ്ങനെ അച്ചടിച്ചു വരുന്ന ഫിലൗരി എന്ന പേരിലുള്ള കവിത ആ നാട്ടിലുള്ള ഒരാളുടേതാണെന്ന് നല്ല സംശയമുണ്ട്. അയാളുടെ പേര് രൂപ് ലാൽ ഫിലൗരി എന്നാണ്. ഫിലൗരി എന്ന പേരിന്റെ അവസാനം ഉള്ളത് കൊണ്ടാണ് എല്ലാവരും അവനെ അങ്ങനെ സംശയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ രൂപ്ലാൽ ആണെങ്കിലോ എപ്പോഴും മദ്യപിച്ച് ചുമ്മാ പാട്ടും പാടി നടക്കും. പാട്ടയ്ക്ക് പാടുവാനായിട്ട് നല്ല കഴിവാ, നല്ല ശബ്ദവുമാ. പക്ഷേ ആ ഒരു കഴിവ് അവൻ നല്ല രീതിക്ക് ഉപയോഗിക്കത്തില്ല. കള്ളൊക്കെ കുടിച്ച് ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. പക്ഷേ രൂപ്ലാലിന്റെ ശബ്ദത്തിന് ഒരുപാട് ആരാധകരുണ്ട്. ഒരുപാട് പെൺകുട്ടികളൊക്കെ അവൻ പാട്ട് പാടുന്നൊന്ന് കേൾക്കുവാൻ വേണ്ടിയിട്ട് ക്യൂ ആണെന്ന് തന്നെ പറയാം. പക്ഷേ ഈ രൂപ്ലാലിന് നമ്മുടെ സാക്ഷിയെ ഒരുപാട് ഇഷ്ടമാ. എന്നാൽ സാക്ഷിക്ക് രൂപ്ലാലിനെ ഒട്ടും ഇഷ്ടമേ അല്ല. ഒരു ദിവസം രൂപ്ലാൽ ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ടേയിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ ബുക്കിൽ അച്ചടിച്ചു വരുന്ന, അതായത് പത്രത്തിൽ അച്ചടിച്ചു വരുന്ന ആ ഒരു ഫിലൗരി എന്ന പേരിൽ ഒരു കവിത വരുമല്ലോ, ആ കവിതകളൊക്കെ എടുത്ത് ഈ രൂപ്ലാലാണെങ്കിലോ തന്റെ ശബ്ദത്തിലങ്ങ് പാടുകയാ. അത് കേൾക്കുന്ന സാക്ഷിക്ക് വല്ലാതെ ദേഷ്യം വരും. കള്ളും കുടിച്ചും കൊണ്ടാ അവൻ അങ്ങനെ പാട്ട് പാടുന്നത്. സാക്ഷിയാണെങ്കിലോ അവനിട്ട് ഒന്ന് കൊടുക്കുകയാണ്. അതോടുകൂടി രൂപ്ലാലിന് വല്ലാതെ സങ്കടമായി.
രൂപ്ലാൽ ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ രൂപ്ലാലാണെങ്കിൽ വീണ്ടും സാക്ഷിയെ കാണുവാനായിട്ടും എത്തുന്നു. മാത്രവുമല്ല, സാക്ഷിയാണെങ്കിൽ രൂപ്ലാലിനോട് പറയുന്നുണ്ട്, നിനക്ക് ദൈവം നല്ലൊരു കഴിവ് തന്നിട്ടുണ്ട്. പാടുവാനായിട്ട് നിനക്ക് നല്ല കഴിവുണ്ട്, നല്ല ശബ്ദവുമാണ്. അങ്ങനെയുള്ള നീ ഇങ്ങനെ കുടിച്ചുകൊണ്ട് പാടി നടക്കാതെ നിന്റെ ആ ഒരു കഴിവ് നീ ഉപയോഗിക്കേ, നീ നല്ല കാര്യങ്ങളൊക്കെ എഴുതി പാട്ട് പാടുവാനായും തുടങ്ങ് എന്നുള്ള കാര്യമൊക്കെ സാക്ഷി പറയുന്നു. മാത്രവുമല്ല, ഈ രൂപ്ലാലാണെങ്കിലോ ഫിലൗരി എന്ന പേരിൽ വരുന്ന ആ ഒരു കവിതകളൊക്കെ എടുത്ത് പാടാറില്ലേ, ആ കവിത എഴുതുന്ന ഫിലൗരി മറ്റാരുമല്ല, അത് താനാണെന്നുള്ള സത്യവും സാക്ഷി തുറന്നു പറയുന്നു. ആ നാട്ടിലുള്ള ആർക്കും തന്നെ ഫിലൗരി എന്ന പേരിൽ കവിതകളൊക്കെ എഴുതുന്നത് സാക്ഷിയാണെന്നുള്ള കാര്യം അറിയത്തേയില്ല. എന്നാൽ ആ ഒരു സത്യം ഇന്ന് അറിയാവുന്നത് രൂപ്ലാലിന് മാത്രമാണ്. അങ്ങനെ സാക്ഷിയാണെങ്കിലോ ഈ ഫിലൗരി എന്ന പേരിൽ എഴുതുന്ന കവിതകളെല്ലാം രൂപ്ലാലിന് കൊടുക്കുകയും രൂപ്ലാല് തന്റെ ശബ്ദത്തിൽ അതൊക്കെ പാടുവാനായും തുടങ്ങി. പതിയെ പതിയെ അവനവന്റെ കള്ളുകുടിയൊക്കെ നിർത്തി. ഇപ്പോൾ ഫിലൗരി എന്ന പേരിൽ വരുന്ന കവിതകളാണ് അവൻ പാടുന്നതും. അതുകൊണ്ട് തന്നെ നാട്ടിലെല്ലാവരും ഫിലൗരി എന്ന പേരിൽ കവിത എഴുതുന്നത് രൂപ്ലാലാണെന്ന് കരുതുകയും അവന് ഒരുപാട് ആരാധകരും ഉണ്ടാകുവാനായും തുടങ്ങി. സാക്ഷി കവിതകൾ എഴുതും, രൂപ്ലാൽ അത് വായിക്കും. അതാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ അവർ രണ്ടുപേരും തമ്മിൽ പ്രണയമാവുകയാണ്. അവരുടെ പ്രണയമാണെങ്കിലോ കൂടി കൂടി വന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം രൂപ്ലാല് സാക്ഷിയും കൂട്ടി തന്റെ വീട്ടിലേക്ക് വന്നു. അവിടെ വെച്ച് രണ്ടുപേരും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയാണ്. എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം സാക്ഷി ഒരു കാര്യം പറയുന്നു. സാക്ഷിക്ക് ഒരുപാട് ആരാധകരുണ്ട്. അതായത് ഈ ഫിലൗരി എന്ന പേരിൽ കവിതകളൊക്കെ എഴുതുന്നത് കൊണ്ട് തന്നെ ഫിലൗരിക്ക് ഒരുപാട് ആരാധകരുണ്ട്. ആരാധകരാണെങ്കിലോ നിങ്ങൾ ആരാണെന്നുള്ളത് ഒന്ന് വെളിപ്പെടുത്തണമെന്നുള്ള റിക്വസ്റ്റ് ഒരുപാട് അയക്കുന്നു. റിക്വസ്റ്റ് ഒരുപാട് വന്നതുകൊണ്ട് തന്നെ ഫിലൗരി എന്ന പേരിൽ കവിതകളൊക്കെ എഴുതുന്നത് രൂപ്ലാലാണെന്നാണ് സാക്ഷി മറുപടി കൊടുത്തത്. മാത്രവുമല്ല, ഇപ്പോൾ സാക്ഷിക്ക് ഗ്രാമഫോണിൽ നിന്നും ഒരു റിക്വസ്റ്റ് വന്നിരിക്കുകയാണ്. ആ ഒരു കാര്യമാണ് സാക്ഷി രൂപ്ലാലിനോട് പറയുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ സാക്ഷി എഴുതിക്കൊണ്ടിരിക്കുന്ന കവിതകളൊക്കെ ഇല്ലേ ഫിലൗരി എന്ന പേരില്, ആ കവിതകളൊക്കെ ദിവസവും ഗ്രാമഫോൺ വഴി വായിക്കണം. അതാണ് വന്നിരിക്കുന്ന ഓഫർ. സാക്ഷി രൂപ്ലാലിനോട് പറയുന്നുണ്ട്, നീ എന്തായാലും ഞാൻ കവിതകൾ എഴുതി തരാം, നീ അത് പാടണം. എൻ്റെ വരികളെല്ലാം ഗ്രാമഫോണിലൂടെ നമുക്ക് കേൾക്കുവാനായും കഴിയുമല്ലോ. നല്ല കുടുംബത്തിൽ പിറന്ന കുട്ടികളൊന്നും ഈ ഒരു കലാപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കില്ല. പക്ഷേ അതെല്ലാം മറച്ചു വെച്ച് ഞാൻ എൻ്റെ ധൈര്യം സംഭരിച്ചാണ് ആരും അറിയാതെ ഇത്രയും നാളുകളായിട്ട് ഫിലൗരി എന്ന പേരിൽ കവിതകളൊക്കെ എഴുതിക്കൊണ്ടിരുന്നെന്നുള്ള കാര്യം സാക്ഷി പറയുമ്പോഴോ, നിന്റെ കവിതകൾക്ക് ഞാനെങ്ങനെ ഇങ്ങനെ വായിക്കാനാ? പക്ഷേ നീയല്ലേ അതിന് പിന്നിൽ കഷ്ടപ്പെടുന്നതെന്നുള്ള കാര്യം രൂപ്ലാൽ ചോദിക്കുമ്പോൾ, അതെന്തുമാകട്ടെ, എൻ്റെ വീട്ടിലുള്ളവരറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാ. കുടുംബത്തിൽ പിറന്നവരാരും ഇത് ചെയ്യത്തേയില്ല. അതുകൊണ്ട് എൻ്റെ വരികൾ നിന്റെ ശബ്ദത്തിലൂടെ തന്നെ എല്ലാവരും കേൾക്കണമെന്നും അവൾ പറയുന്നു. സത്യത്തിൽ അന്നത്തെ കാലത്ത് എല്ലാവരും കരുതിയിരിക്കുന്നത് നല്ല കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികളാരും കലാപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നാണ്. അതുകൊണ്ടാണ് സാക്ഷി അങ്ങനെ പറയുന്നതും. പക്ഷേ അമൃത്സറിലേക്ക് ഗ്രാമഫോണിൽ പാടുവാനായിട്ട് പോകുവാൻ രൂപ്ലാലിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. കാരണം അതെല്ലാം സാക്ഷിക്ക് കിട്ടേണ്ട അംഗീകാരമല്ലായിരുന്നു. വലിയ താല്പര്യമില്ലാതെ ഇരിക്കുന്ന സമയത്തായിരുന്നു ആരോ വാതിൽ മുട്ടുന്നത്. തുറന്നു നോക്കുമ്പോഴോ അത് സാക്ഷിയുടെ ചേട്ടനായിരുന്നു. രൂപ്ലാലിന്റെ കൂട്ടുകാരനാണ് അവർക്കിട്ട് പണി ഒപ്പിച്ചു കൊടുത്തതും. അങ്ങനെ സാക്ഷിയുടെ ചേട്ടനാണെങ്കിൽ അവന്റെ മുന്നിലിട്ട് അവളെ തല്ലിയിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവളെ ഒരുപാട് തല്ലുകയാണ്. അതോടുകൂടി സാക്ഷിയും വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് പ്രസന്റ് സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. കണ്ണനും ഇപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലിരിക്കുകയാണ്. അവനിപ്പോൾ വിവാഹത്തിനോട് വലിയ താല്പര്യമേ ഇല്ല. വിവാഹം കഴിക്കണോ വേണ്ടയോ എന്ന കൺഫ്യൂഷനാണ്. മാത്രവുമല്ല, സാക്ഷിയുമായിട്ട് നല്ല കമ്പനിയാവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം അനുവിന് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. കണ്ണന് കാനഡയിൽ വേറെ വല്ല അഫെയർ വല്ലതുമുണ്ടോ, അതുകൊണ്ടാണോ അവനിങ്ങനെ കല്യാണത്തിന് താല്പര്യമില്ലാത്തത് എന്നൊക്കെ അനു ചിന്തിക്കുന്നു. അനു ഈ ഒരു സംശയം വീട്ടുകാരോട് അവതരിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് ചർച്ച നടത്തുന്നു. അതിൽ കണ്ണൻ പറയുന്നത്, എനിക്ക് വിവാഹത്തിനൊന്നും ഒരു പ്രശ്നവുമില്ല, എനിക്ക് സന്തോഷം തന്നെയാണ്. വിവാഹം നടക്കാറായതിന്റെ ടെൻഷനാണ് എനിക്കെന്നുള്ള കാര്യമാണ് കണ്ണൻ പറയുന്നത്. പക്ഷേ കണ്ണന്റെ മനസ്സിൽ എങ്ങനെ താൻ ഈ ഒരു വിവാഹം എന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കും, വിവാഹ ജീവിതം താൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, തനിക്ക് അതിനുള്ള പക്വതയൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു മട്ട. പക്ഷെ അതെല്ലാം മനസ്സിലാക്കിയ സാക്ഷിയാണെങ്കിലോ കണ്ണനെ ഒരുപാട് ഉപദേശിക്കുന്നു. എങ്ങനെയാണോ കണ്ണനും മനുവും സങ്കടപ്പെട്ടിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് സാക്ഷിയും രൂപ്ലാലും സങ്കടപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഒരു ദിവസം രൂപ്ലാൽ ആണെങ്കിലോ സാക്ഷിയുടെ വീട്ടിലേക്ക് തന്നെ എത്തിക്കുകയാണ്. സാക്ഷിയുടെ ചേട്ടനെ കാണുവാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്നിട്ട് രൂപ്ലാൽ ആണെങ്കിലോ സാക്ഷിയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. നിങ്ങൾക്കറിയില്ല, ഈ പഞ്ചാബ് മുഴുവൻ ആരാധിക്കുന്ന ഫിലൗരി അത് മറ്റാരുമല്ല, നിങ്ങളുടെ സഹോദരി തന്നെയാണ്. അവൾക്ക് അത്രയും കഴിവുണ്ടായിട്ട് പോലും അവൾ അതൊന്നും പുറത്തു കാണിക്കാത്തത് നിങ്ങളെയൊക്കെ പേടിച്ചാണ്. പക്ഷേ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുക. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അമൃത്സറിൽ പോയി ഗ്രാമഫോണിൽ പാടണമെന്നുള്ളത്. അത് ഞാൻ നടത്തി കൊടുക്കും. അവളുടെ ആഗ്രഹം ഞാൻ നിറവേറ്റും.
അതിനുശേഷം ഞാൻ തിരികെ വരും. അന്ന് നിങ്ങളുടെ പെങ്ങളെ ഞാൻ വന്ന് പെണ്ണ് ചോദിക്കുമെന്നും അവൻ പറയുന്നു. അതിനുശേഷം രൂപ്ലാൽ അവിടെ നിന്ന് നേരെ അമൃത്സറിലേക്ക് പോകുവാനായി ഇറങ്ങുകയാ. സാക്ഷിയോട് യാത്ര പറഞ്ഞിട്ടാണ് അമൃത്സറിലേക്ക് പോകുന്നത്. അവിടെ എത്തി ഗ്രാമഫോണിൽ പാടുവാനായിട്ട് എത്തിയിരിക്കുകയാണ് രൂപ്ലാൽ. അന്ന് സ്വാതന്ത്ര്യ സമര പോരാട്ടമൊക്കെ നടക്കുന്ന സമയമായിരുന്നു. അങ്ങനെ രൂപ്ലാൽ ആണെങ്കിലോ ഫിലൗരിയുടെ കവിതകളെല്ലാം ഗ്രാമഫോണിലൂടെ പാടുന്നു. ഒടുവിൽ രൂപ്ലാലിനാണെങ്കിലോ 300 രൂപ ശമ്പളവും കിട്ടുകയാണ്. രൂപ്ലാലിന് ഒരുപാട് സന്തോഷമായി. കിട്ടിയ കാശ് അതുപോലെ തന്നെ സാക്ഷിക്ക് അയക്കുകയാണ്. കൂടെ ഒരു ലെറ്ററും ഉണ്ടായിരുന്നു. ആ ലെറ്റർ സാക്ഷിയുടെ ചേട്ടനുള്ളതാണ്. എന്നാൽ ആ ലെറ്റർ എല്ലാം വായിച്ചു കഴിഞ്ഞ സാക്ഷിയുടെ ചേട്ടനാണെങ്കിലോ തന്റെ തെറ്റിദ്ധാരണകളെല്ലാം മാറുകയാണ്. സാക്ഷിയോട് ചേട്ടൻ പറയുന്നത്, ഞാൻ അവനെക്കുറിച്ച് അങ്ങനെയല്ല കരുതിയിരുന്നത്. അവന് വേണമെങ്കിൽ നിന്റെ കവിതകളെല്ലാം ഉപയോഗിച്ച് അവന് കാശ് സമ്പാദിക്കാമായിരുന്നു. പക്ഷേ അവൻ അങ്ങനെ ചെയ്തില്ല. ആ കാശെല്ലാം നിനക്കയക്കുകയല്ലേ ചെയ്തത്. അവൻ നല്ലൊരു പയ്യനാണ്. ഇത്രയും നല്ലൊരു പയ്യനെ ഞാൻ മനസ്സിലാക്കാതെ നിനക്ക് വേറെ വിവാഹം ആലോചിച്ചിട്ട് എന്ത് കിട്ടാനാ. അവൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും ഇപ്പോൾ എനിക്ക് അവനോട് ഒരുപാട് മതിപ്പുണ്ടെന്നും സാക്ഷിയോട് ചേട്ടൻ പറയുന്നു. അത് കേട്ട് സാക്ഷിക്കും ഒരുപാട് സന്തോഷമാവുകയാ. അതിനുശേഷം പ്രസന്റ് ആണ് കാണിക്കുന്നത്. അനുവിന്റെയും കണ്ണന്റെയും വിവാഹ ദിവസം എത്തി. പക്ഷേ അനുവിനാണെങ്കിലോ സന്തോഷമേ ഇല്ല. കാരണം കണ്ണനാണെങ്കിൽ അവൾക്കൊപ്പം അധികം സമയമൊന്നും ചിലവഴിക്കുന്നില്ല. കണ്ണൻ എപ്പോഴും സാക്ഷിക്കൊപ്പമാണല്ലോ. എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കുന്ന സാക്ഷിയാണെങ്കിൽ അനു സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് എല്ലാ സത്യവും അവളെ അറിയിക്കണമെന്നും തീരുമാനിക്കുന്നു. കാരണം അനുവിന്റെ മനസ്സിലൊരു കരടുണ്ട്, കണ്ണന് വേറെന്തെങ്കിലും അഫെയർ ഉണ്ടോ എന്ന്. അതല്ല എന്നുള്ള കാര്യം അവളെ ബോധിപ്പിക്കണം. അതായിരുന്നു സാക്ഷിയുടെ തീരുമാനം. പക്ഷേ സാക്ഷിയെ കണ്ണിൽ കാണാൻ കഴിയുന്നത് കണ്ണന് മാത്രമല്ലേ ഉള്ളൂ. അനുവിന് കാണാൻ കഴിയത്തില്ലല്ലോ. മാത്രവുമല്ല സാക്ഷി സംസാരിക്കുന്നത് അനുവിന് കേൾക്കാനും കഴിയത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് സാക്ഷി തീരുമാനിക്കുന്നു. അവിടെയുണ്ടായിരുന്ന ഒരു ഷോൾ എടുത്ത് സാക്ഷി ചുറ്റുകയാണ്. അപ്പോൾ ഒരു രൂപം അവിടെ തെളിയുന്നു. അതോടുകൂടി അനു ബോധം കെട്ട് വീഴുകയാ. കണ്ണനും അവിടേക്ക് ഓടി വരുന്നു. എന്താ ഇവിടെ നടക്കുന്നത്, ഇത് ആരാന്നൊക്കെ അനു പേടിച്ച് കണ്ണനോട് ചോദിക്കുന്നു. കണ്ണനാണെങ്കിൽ നടന്ന കാര്യമെല്ലാം അനുവിനോട് തുറന്നു പറയുകയാണ്. അനുവിന്റെ മുന്നിലേക്ക് സാക്ഷിയും വരുന്നുണ്ട്. പക്ഷേ സാക്ഷിയെ കാണുവാനായിട്ട് അനുവിന് കഴിയുന്നതേയില്ല. സാക്ഷിയുടെ ശബ്ദവും കേൾക്കുവാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ സാക്ഷി പറയുന്നതെല്ലാം അനുവിന് പറഞ്ഞു കൊടുക്കുന്നത് കണ്ണനായിരുന്നു. സാക്ഷി പറയുന്നതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയാത്ത വല്ല ആഗ്രഹമുണ്ടോ എന്ന് അനു ചോദിക്കുന്നു. അപ്പോൾ സാക്ഷി ചിന്തിക്കുകയാണ്. പിന്നീട് പാസ്റ്റ് ആണ് കാണിക്കുന്നത്. അങ്ങനെ സാക്ഷിയുടെയും രൂപ്ലാലിന്റെയും വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. രൂപ്ലാൽ വരാമെന്ന് പറഞ്ഞ ദിവസം എത്തി. അന്ന് രൂപ്ലാലിനെയും സാക്ഷിയും വിവാഹം കഴിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ചേട്ടൻ എല്ലാ ഒരുക്കങ്ങളും ചെയ്തിരുന്നു. അതേസമയം സാക്ഷി വൊമിറ്റ് ചെയ്യുകയാണ്. സാക്ഷി പ്രഗ്നന്റ് ആണ്. പക്ഷേ ഈ ഒരു കാര്യം ആർക്കും തന്നെ അറിയത്തേയില്ല. എന്നാൽ രൂപ്ലാൽ വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു. അവസാന ബസ്സിലും പോയി സാക്ഷിയുടെ ചേട്ടൻ നോക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ബസ്സിലും രൂപ്ലാൽ ഇല്ലായിരുന്നു. അതോടുകൂടി രൂപ്ലാലിന് എന്ത് പറ്റിയെന്നോ, രൂപ്ലാൽ വരുമോ ഇല്ലയോ എന്നൊന്നും അറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് സാക്ഷിയും കുടുംബവും. സാക്ഷിക്കാണെങ്കിലോ രൂപ്ലാലിന് വരില്ല എന്ന് കരുതി സാക്ഷി അവിടെ നിന്നും ഓടിപ്പോയി അടുത്തുണ്ടായിരുന്ന ഒരു മരത്തിൽ വന്ന് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വിവരമെല്ലാം കേൾക്കുന്ന അനുവിനും കണ്ണനും ഒരുപാട് സങ്കടമാകുന്നു. അതേ സമയത്തായിരുന്നു കല്യാണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതുകൊണ്ട് തന്നെ അനുവിനെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് മുത്തശ്ശി എത്തുന്നതും. സങ്കടപ്പെട്ടിരിക്കുന്ന അനുവിനെ കണ്ടിട്ട്, എന്താടാ അവളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്, നീ ഒരു കവിത ചൊല്ലി കൊടുക്കുവാനായിട്ടും കണ്ണനോട് പറയുകയാണ്. കണ്ണനാണെങ്കിലോ കവിത ചൊല്ലാൻ അറിയാമോ, ഇല്ല. എന്നാൽ ഇത് കേൾക്കുകയായിരുന്നല്ലോ സാക്ഷി. സാക്ഷി ഉടനെ തന്നെ തന്റെ കവിത കണ്ണന് ചൊല്ലിക്കൊടുക്കുന്നു. കണ്ണനാണെങ്കിലോ ആ കവിതയാണെങ്കിൽ അവിടെ നിന്ന് ചൊല്ലുകയാണ്. പകുതി എത്തിയപ്പോൾ അവൻ നിർത്തുകയുണ്ടായി. എന്നാൽ അതിന്റെ ബാക്കി മുത്തശ്ശി ചൊല്ലുകയാണ്. ആ മുത്തശ്ശിക്ക് കവിത എവിടുന്ന് കിട്ടിയെന്നൊക്കെ സാക്ഷി ചിന്തിക്കുന്നു. സാക്ഷി എങ്ങനെ ഈ കവിത അറിയാമെന്ന് മുത്തശ്ശിയോട് ചോദിക്കുവാനായിട്ട് കണ്ണനോട് പറയുക. കണ്ണൻ മുത്തശ്ശിയോട് ചോദിക്കുമ്പോൾ തനിക്ക് ഫിലൗരി കവിതകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്, എൻ്റെ കയ്യിൽ അതിന്റെ കവിതകൾ ഒരുപാട് കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ ചെല്ലുമ്പോഴോ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. മാത്രവുമല്ല ആ ഒരു റെക്കോർഡിൽ രൂപ്ലാലിന്റെ പേരിനൊപ്പം സാക്ഷിയുടെ പേരുമുണ്ടായിരുന്നു. അത് കാണുന്ന സാക്ഷിക്ക് ഒരുപാട് സന്തോഷമാകും. മാത്രവുമല്ല ആ ഒരു സമയത്ത് നടന്ന കലാപത്തിനെ കുറിച്ചുള്ള കാര്യമൊക്കെ മുത്തശ്ശി പറയുകയാണ്. ഇന്ന് അനുവിന്റെ വിവാഹം നടക്കുന്ന അതേ ദിവസം തന്നെയായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതും. മാത്രവുമല്ല അതേ ദിവസമാണ് സാക്ഷി ആത്മഹത്യ ചെയ്തതും. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സമയത്തെ തന്റെ നടുക്കുന്ന ഓർമ്മകളെക്കുറിച്ചെല്ലാം മുത്തശ്ശി ഷെയർ ചെയ്യുകയാണ്. എന്നാൽ അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് സാക്ഷി. പക്ഷേ കണ്ണന്റെ മനസ്സിലെ ചിന്തയും ആഗ്രഹവും എന്തെന്നാൽ സാക്ഷി ഇതുവരെയും രൂപ്ലാലിന് എന്ത് പറ്റിയെന്നോ എവിടെ പോയെന്നോ എന്നുള്ള കാര്യം ഒന്നും അറിയത്തില്ല. മാത്രവുമല്ല അമൃത്സറിൽ നിന്നും രൂപ്ലാൽ സാക്ഷിയെ കാണുവാൻ വേണ്ടിയിട്ട് തിരികെ വന്നിട്ടുള്ള കാര്യം സാക്ഷിക്കും സാക്ഷിയുടെ വീട്ടുകാർക്കും അറിയാം. പക്ഷേ ഇതുവരെയായിട്ടും രൂപ്ലാൽ എത്തിയിട്ടുമില്ല. രൂപ്ലാലിന് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയത്തുമില്ല. രൂപ്ലാൽ
രൂപ്ലാലിന് എന്താണ് സംഭവിച്ചെന്ന് അറിയുവാനായിട്ടുള്ള ആകാംക്ഷ കണ്ണനും അനുവിനും ഉണ്ടാകുന്നു. എന്നാൽ അതേസമയം വിവാഹത്തിനുള്ള സമയം എത്തിയത് കൊണ്ട് തന്നെ അനുവിനെയും കണ്ണനെയും വിളിക്കുകയാണ്. എന്നാൽ അനുവും കണ്ണനും മണ്ഡപത്തിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. അവർ കാറിൽ കയറി എങ്ങോട്ടോ പോവുകയാ. അവർക്കൊപ്പം സാക്ഷിയുമുണ്ട്. അവരെത്തിപ്പെട്ടിരിക്കുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന അതേ മൈതാനത്തിലേക്കാണ്. സത്യത്തിൽ നിന്ന് രൂപ്ലാല് സാക്ഷിയെ കാണുവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. ട്രെയിൻ വരുവാനായിട്ട് കുറേ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ രൂപ്ലാലിനൊപ്പമുള്ള ആളാണെങ്കിലോ ആ ഒരു മ്യൂസീഷ്യൻ, അയാളാണെങ്കിൽ രൂപ്ലാലിനെയും കൂടി നേരെ പോകുന്നത് ഒരു മൈതാനത്തിലേക്കാണ്. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നാൽ അതേ സമയമായിരുന്നു ജനറൽ ഡയറിന്റെ ടീം അവിടേക്ക് വരുന്നത്. ആ ഒരു മൈതാനം അടച്ചു മൂടുകയാണ്. എന്നിട്ട് അവിടെ നിൽക്കുന്ന എല്ലാ ഇന്ത്യക്കാരെയും ബ്രിട്ടീഷുകാർ കൊന്നൊടുക്കുകയാണ് ചെയ്തത്. ജനറൽ ഡയറിന്റെ ടീം കൊന്നൊടുക്കിയതിന്റെ കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ രൂപ്ലാലും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷനിൽ അതേ മൈതാനത്തിലേക്കാണ് സാക്ഷിയും കൊണ്ട് അനുവും കണ്ണനും എത്തിയിരിക്കുന്നത്. സാക്ഷി മൈതാനത്തിനകത്തേക്ക് കടക്കുമ്പോഴോ അവിടെ മരണപ്പെട്ട എല്ലാവരുടെയും ആത്മാക്കൾ ഉണ്ടായിരുന്നു. സാക്ഷി ആ കൂട്ടത്തിൽ രൂപ്ലാലിനെയും അന്വേഷിക്കുകയാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ സാക്ഷിക്കടുത്തേക്ക് രൂപ്ലാലിന്റെ ആത്മാവും എത്തുന്നുണ്ട്. സാക്ഷിക്ക് ഒരുപാട് സന്തോഷമായി. സാക്ഷി രൂപ്ലാലിന്റെ കൈയെടുത്ത് തന്റെ വയറ്റിലേക്കും വെക്കുന്നുണ്ട്. സാക്ഷിക്കും രൂപ്ലാലിനും ഒരുപാട് സന്തോഷമാകുന്നു. ജീവിതത്തിലോ അവർക്ക് ഒന്നിക്കുവാനായി കഴിഞ്ഞില്ല. എന്നാൽ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഇപ്പോൾ ഒന്നിച്ചിരിക്കുകയാണ്. സാക്ഷിയും രൂപ്ലാലും കണ്ണനോട് വന്ന് നന്ദി പറയുകയാണ്. സാക്ഷി കണ്ണനെ ഒരുപാട് ഉപദേശിക്കുന്നു. ജീവിതത്തിൽ പ്രണയമുണ്ടായിരിക്കണം. രണ്ടുപേരും നല്ല രീതിക്ക് പ്രണയിച്ച് വേണം ജീവിക്കാൻ. എന്ത് പ്രശ്നമുണ്ടായാലും അവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം പറഞ്ഞു തീർക്കണമെന്ന് പറഞ്ഞ് ജീവിതത്തിനുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്തതിനു ശേഷമാണ് സാക്ഷിയും രൂപ്ലാലും തിരികെ പോകുന്നത്. എന്താണ് അവർ പറഞ്ഞതെന്ന് അനുവിന് കേൾക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ കണ്ണൻ അനുവിന് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ കണ്ണനും അനുവും സന്തോഷകരമായിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.